ഹലോ, നമുക്ക് ഇന്ന് ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്താലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങിൽ ഓൾറെഡി കുട്ടിയുടെ മെഷർമെൻറ്റിലുള്ള ഒരു ടോപ്പ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഡയറക്റ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അളവ് ഡ്രസ്സിനെക്കാട്ടും 1 ഇഞ്ച് ലൂസ് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2 സൈഡും അരയിഞ്ചാണ് കേട്ടോ ലൂസ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നെക്കും ആംഹോളൊക്കെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ചിങ് അലവൻസും കൂടി ഇട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റിച്ചിങ് അലവൻസ് ഇടണം കേട്ടോ. ഇനി ഞാൻ ഫ്രണ്ട് പാർട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബാക്ക് പാർട്ടും കട്ട് ചെയ്യുന്നത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പം ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ സെൻറ്ററിൽ ഒരു ഓപ്പൺ ഇട്ടിട്ട് ബാക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആംഹോൾ നെക്കൊക്കെ അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നെക്ക് വേറെ ഡിസൈൻസ് ഒന്നുമില്ല, യു നെക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ആ സെയിം നെക്ക് കട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്തിലേക്കും അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നീട് മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും നല്ല ഭാഗം ഉള്ളിലാക്കി ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ ഡ്രസ്സ് ഇങ്ങനെ കുത്തുന്നു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നെക്കും ആംഹോളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പം നേരം ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, കാരണം പിന്നീട് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ കേർവ്സൊക്കെ നീറ്റായിട്ട് കിട്ടുള്ളൂ. പിന്നീട് താഴെ നിന്ന് ഇങ്ങനെ ഷോൾഡറിൻ്റെ ആ ഭാഗം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വേഗം തിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നെക്കൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. പോയിൻ്റ് ഉള്ളതാണെങ്കിൽ ഒരു കത്രികയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിലൂടെ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ശേഷം ബാക്ക് പാർട്ടിലെ രണ്ടാമത്തെ പീസും ഇതേ മെത്തേഡിൽ ഒന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബാക്ക് പീസിൻ്റെ രണ്ടാമത്തെ പാർട്ടും ഇതേപോലെ സെയിം മെത്തേഡിൽ നല്ല വശം ഉള്ളിലാകുന്ന രീതിയിൽ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഒരു 1/4 ഇഞ്ച് വിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒഴിവാക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ പീസായാലും സെയിം മെത്തേഡിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഷോൾഡറിൻ്റെ വിഡ്ത്ത് സെയിം ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോൾഡർ കട്ട് ചെയ്യാണ് വേണ്ടത്. കാരണം വേറൊരു പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഷോൾഡർ ആണല്ലോ. അപ്പോൾ ഞാനിത് മിഡ് ആം ഹോളിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 2 ഭാഗവും ഒരേപോലെ കട്ട് ചെയ്യുക. പിന്നീട് നമുക്ക് ആ ഭാഗത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലെ ഒരു കസവിൻ്റെ പീസ് മടക്കി 2 സൈഡും സ്ട്രെയിറ്റായി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല വശം ഉള്ളിലാക്കിയിട്ട് ചീത്തവശത്ത് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഇതും ഇങ്ങനെ ഉള്ളിലേക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പോയിൻ്റൊക്കെ കത്രികയൊക്കെ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത 2 വശം ഇതേപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പീസിൻ്റെ അറ്റത്ത് 2 സൈഡും ഇതേപോലെ ചെറിയ ചെറിയ ഗാദേഴ്സോ പ്ലീറ്റ്സോ ഇട്ട് കൊടുക്കുക. ചെറിയൊരു പഫ് പോലെയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്ലീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ആംഹോളിൻ്റെ ഭാഗം ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞ് ഈ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, 2 ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത പീസും ഒരേ അളവായിരിക്കണം, ഇല്ലെങ്കിൽ നെക്കും ഷോൾഡറും കയറി ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് പീസിൻ്റെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒന്ന് സ്ലീവിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഡ്രസ്സിൻ്റെ മുകളിൽ അളവ് ഡ്രസ്സ് വെച്ചിട്ട് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും മെഷർമെൻറ്റിൽ മാറ്റം ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയും കൂടി ചെയ്യാം കേട്ടോ. എന്നിട്ട് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ താഴത്തെ ഭാഗം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന് ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇതേപോലെയാണ്. ഞാൻ 2 ബോയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ബ്ലൗസ് ചെയ്യാനുണ്ടായിരുന്നു.